ഹലോ ഡിയേഴ്സ്, നമസ്കാരം. ശ്യാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കൂണിൻ്റെ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കൂണിങ്ങനെ അധികം വാങ്ങിക്കാറില്ല, പക്ഷേ ഡോക്ടേഴ്സൊക്കെ പറയുന്നുണ്ട് വിറ്റാമിൻ ഡിയുടെ ഒക്കെ കുറവൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ കൂണൊക്കെ നല്ലതാണെന്ന്. അപ്പോൾ അതുകൊണ്ട് കൂണൊന്ന് വാങ്ങി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഈ കൂണ് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങാനൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു റിലേഷൻ്റെ അവർ ഈ കൂൺ കൃഷി നടത്തുന്നുണ്ട്, അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇതാണ് അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ. നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ എത്തിച്ചു തരും. ഇത് പരപ്പനങ്ങാടിയാണ് ഉള്ളത്, പള്ളിക്കുന്നിൽ. പിന്നെ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയത് അവർ ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന് തന്നതാണ്. പിന്നെ അതിലേക്ക് ആ റോസ്റ്റ് ഉണ്ടാക്കാൻ അതിലേക്ക് നമ്മൾ ഒരു 2 സവാള എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകും. ഇനി നമ്മൾ അതുണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ പ്രോസസ്സൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ അതിൽ പറയാം. ഓക്കെ. കൂൺ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചേർത്താണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കും. അതിനുശേഷം ഞാൻ ഈ സവാളയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ സവാള ചേർത്തു. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഈ സ്പൂണിന്, ചെറിയ സ്പൂണിന് ഒരു 1/4 ടീസ്പൂണാണ് ഞാൻ ഇട്ടത്. പിന്നെ കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. ഇത്രയും ചെറിയ സ്പൂണിനൊരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് മസാലയാണ്, മസാലപ്പൊടി. ഇത് വീട്ടിൽ പൊടിച്ച മസാലയാണ്, അതാണ് ഇടുന്നത്. മല്ലിയും കുറച്ച് മുളകും കൂടിയിട്ട് ചേർത്ത് പൊടിച്ചതാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഷ്റൂം നല്ലതാണ് നമുക്ക് ശരീരത്തിന്. പക്ഷേ മഷ്റൂം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മഷ്റൂം ആ കളറ് മാറിയിട്ടുണ്ടെങ്കിൽ അതെന്തോ ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് വാങ്ങിക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിച്ച് വാങ്ങണം. അത് നല്ല വെളുത്ത കളറുള്ള തന്നെ വാങ്ങണം. പിന്നെ ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ മാറും. ഇത് ധൈര്യസമയത്ത് നമുക്ക് കഴിക്കാമല്ലോ. കാരണം ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ അവർ ഉണ്ടാക്കുന്നതാണ്. ഇത് ചിപ്പിക്കൂണാണ്. ഇങ്ങോട്ട് നോക്കൂ, ഇത് ചിപ്പിക്കൂണാണ്. നമുക്ക് ധൈര്യസമേതം കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ള നമ്പറിൽ നിങ്ങൾ വാങ്ങിക്കോളൂ. ആവശ്യമുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി, ആ നമ്പറിൽ വിളിച്ചാൽ മതി. ഇനി നോക്കൂ, ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ആവശ്യമില്ല, കൂണിൽ നിന്ന് നന്നായിട്ട് വെള്ളം വരുന്നതാണ്. ഇനി ഇതിൽ വേറൊരു സംഭവം കൂടി പറയാനുണ്ട്. ഇത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കരുത് എപ്പോഴും. ഇനി ഞാൻ ഈ കൂണ് ചെറുതാക്കി റെഡിയാക്കി വെച്ച കൂണ് ഞാൻ ഇതിലേക്ക് ഇടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം വയ്ക്കാം. ഇതധികം വേവരുതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. നമ്മളൊരു പാതി വേവിൽ കഴിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണോ അത് നമ്മൾ ഗ്രേവിയാക്കി എടുക്കാം, റോസ്റ്റാക്കി എടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇന്ന് ഒരു റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എല്ലാവരും. വിറ്റാമിൻ ഡി ഉള്ള ഒരു സാധനമാണത്രേ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇത് ഞാൻ വെന്തതിന് ശേഷം കാണിക്കാം. ഏകദേശം കൂണായിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിക്കേണ്ട. ഇതിൽ തന്നെ അത്യാവശ്യം വെള്ളമുണ്ട്. ഇനി അഥവാ നമ്മൾ ചീനച്ചട്ടിയിലൊക്കെ വെക്കുമ്പോഴേ, ഇത് ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ്ടോ അങ്ങനെ കരിഞ്ഞു പോകുന്നില്ല. അങ്ങനെയുള്ള സമയമാണെങ്കിൽ നിങ്ങൾ കുറച്ച് തക്കാളിയൊക്കെ ചേർക്കുന്നത് നന്നായിരിക്കും. ഞാൻ പക്ഷേ ഇവിടെ എല്ലാവർക്കും തക്കാളി ഇഷ്ടമായതുകൊണ്ട് ലാസ്റ്റാണ് തക്കാളി ചേർക്കുന്നത്. നമ്മളധികം സോസൊന്നും ഉപയോഗിക്കാറില്ല. ഈ സോസൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ സോസ് ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഏകദേശം ഈ ലാസ്റ്റ് തക്കാളി ഇട്ടാൽ ഒരു സോസിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റൊക്കെ വരും, ഏത് ടൊമാറ്റോ സോസിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ വാങ്ങിക്കാൻ നേരത്ത് നമ്മൾ ഈ ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടാൽ മതി. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ്, അതേപോലെ കറിവേപ്പില ഇടുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ കൂൺ റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത് നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഞാനും ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്, പക്ഷേ കണ്ട സമയത്ത് നന്നായിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കറി വെച്ചിട്ടോ ഗ്രേവി ഉള്ള വേണ്ടവർക്ക് ഗ്രേവി റെഡിയാക്കാം. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, അതേപോലെ കഴിച്ച് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.